ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ മരിച്ചാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് ഇനി നോർക്ക വഹിക്കും. മടങ്ങിവന്ന പ്രവാസികൾക്ക് അടിയന്തര സഹായം നൽകുന്ന സാന്ത്വനം പദ്ധതിക്ക് 25 കോടി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രവാസി ചിട്ടിയുടെ പ്രവർത്തനം ഫെബ്രുവരിയോടെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് മരിച്ചാൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വലിയ ചെലവാണ് നിലവിലുള്ളത്. അതുകൊണ്ടുതന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് നോർക്ക വഹിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം പ്രവാസി മലയാളികൾക്ക് ഏറെ ആശ്വാസമാകും. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ മരണപ്പെട്ടാൽ മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള ചെലവ് ഇനിമേൽ നോർക്ക വഹിക്കും. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മടങ്ങിവന്ന പ്രവാസികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ധനസഹായം നൽകുന്ന സാന്ത്വനം പദ്ധതിക്ക് 25 കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പ്രവാസി സംരംഭകർക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നൽകുന്നതിനായി 15 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. പ്രവാസികൾക്കുള്ള നിക്ഷേപ ഡിവിഡന്റ് പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. നിലവിൽ യുഎഇയിൽ മാത്രമുള്ള പ്രവാസി ചിട്ടി ഫെബ്രുവരി മാസത്തോടെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ചെലവ് നോർക്ക വഹിക്കുന്നതിനെ പ്രവാസികൾ സന്തോഷത്തോടെയാണ് വരവേറ്റത്. ആദ്യമായാണ് ഒരു സംസ്ഥാനം വിദേശത്ത് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക കാണിച്ചിരിക്കുകയാണെന്ന് ഡൽഹിയിലെ സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. വിദേശത്ത് മരിക്കുന്ന മലയാളികളുടെ മൃതദേഹം നോർക്ക സൗജന്യമായി നാട്ടിലെത്തിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മുഴുവൻ സംസ്ഥാനങ്ങൾക്കും മാതൃക കാണിച്ചിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളും ഇത് നടപ്പാക്കണമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി പ്രതികരിച്ചു. ഒരു 40-50-60 ആൾ ഒരു മാസം മരണപ്പെടും. അത് ഫ്രീ ആയിട്ട് അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള സന്മനസ് കാണിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാ പ്രവാസികളും അഭിനന്ദിച്ചേ പറ്റും. ഇന്ത്യയിലെ ഒരുവിധ എംപിമാരൊക്കെ എല്ലാ ജില്ലയിലെ എംപിമാർക്കും ഞാൻ ലെറ്റർ കൊടുത്തു ബോഡി ഫ്രീ ആയി. ഇതുവരെ ഒരാളൊരു തീരുമാനം എടുത്തില്ല. കേരള സർക്കാർ തന്നെ എടുത്ത്. ലോക കേരള സഭയുടെ യോഗത്തിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ മുന്നിൽ പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം ആവശ്യം പരിഗണിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ മരിക്കുന്നത് യുഎഇയിലും സൗദിയിലുമാണ്. ഏകദേശം 4500 ദർഹത്തിലേറെ അഥവാ 1 ലക്ഷത്തോളം രൂപ ഒരു മൃതദേഹം നാട്ടിലെത്തിക്കാൻ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. സാന്ത്വനം പദ്ധതികൾക്കുള്ള തുക വർദ്ധിപ്പിച്ചത് ആശ്വാസകരമാണെങ്കിലും പ്രവാസി പുനരധിവാസ പദ്ധതികൾക്കുള്ള ഫണ്ട് പുതിയ സാഹചര്യത്തിൽ പര്യാപ്തമല്ലെന്നാണ് പ്രവാസ ലോകത്തെ വിലയിരുത്തൽ. ഡിവിഡന്റ് പദ്ധതിയിലെ മിനിമം തുക സാധാരണക്കാരന് അപ്രാപ്യമാണെന്നും പ്രവാസികൾ പറയുന്നു. 25 കോടി രൂപ സാന്ത്വനം പദ്ധതിക്കും 15 കോടി പ്രവാസി പുനരധിവാസ പദ്ധതിക്കുമാണ് ബജറ്റിൽ നീക്കിവെച്ചത്. പ്രവാസികൾക്ക് വലിയ ആശ്വാസമായ സാന്ത്വനത്തിനായുള്ള നീക്കിയിരുപ്പ് കൂട്ടിയതിനെ പ്രവാസ ലോകം സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രവാസി പുനരധിവാസ പദ്ധതിക്കുള്ള നീക്കിയിരുപ്പ് കുറഞ്ഞുപോയെന്നാണ് ആക്ഷേപം. കൂടുതൽ ആളുകളും നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ വലിയ ആഘാതം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തിരിച്ചുപോയ ആളുകൾക്ക് കൂടുതൽ ഇത്തരം സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള വായ്പയും മറ്റും കൂടുതൽ ആവശ്യമുള്ളൊരു സമയത്ത് കഴിഞ്ഞ ബജറ്റുകളിൽ നീക്കിവെച്ച അതേ തുക തീർത്തും അപര്യാപ്തമായിരിക്കും. പ്രവാസി ഡിവിഡന്റ് പദ്ധതിയാണ് മറ്റൊരു പ്രഖ്യാപനം. 5 ലക്ഷം രൂപ ഒറ്റത്തവണയായി ഡെപ്പോസിറ്റ് ചെയ്യുകയും കിഫ്ബിയിലിട്ട് 5 വർഷത്തിന് ശേഷം പലിശ ഡിവിഡന്റായി നൽകുന്നതുമാണ് പദ്ധതി. സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം രൂപ ഒന്നിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ്. നേരത്തെ ഉള്ള ബജറ്റിലൊക്കെ സർക്കാർ പറഞ്ഞിരുന്നത് ഗൾഫ് മേഖലകളിൽ ഇത്തരം പദ്ധതികൾ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അത് പലിശ രഹിതമായിരിക്കണം എന്നുള്ള ഒരു നല്ല ഒരു ക്ലോസ് കഴിഞ്ഞ ബജറ്റിലൊക്കെ വെച്ചിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യമാകുന്നതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1-2 രാജ്യങ്ങളിൽ മാത്രം പ്രാവർത്തികമായ പ്രവാസി ചിട്ടി പതിവ് പോലെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങരുതെന്നും പ്രവാസികൾ ആവശ്യപ്പെടുന്നു. PC സൈഫുദ്ദീൻ, മീഡിയ 1, ദോഹ. പ്രതികൂല സാമ്പത്തിക തിരിച്ചടികൾക്കിടയിലും പ്രവാസി സമൂഹത്തോട് ആഭിമുഖ്യം പുലർത്താൻ സംസ്ഥാന ബജറ്റിനു കഴിഞ്ഞതായി വിലയിരുത്തൽ. കൂടുതൽ തുക വകയിരുത്തിയെങ്കിൽ തന്നെയും ലോക കേരള സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ ഏതു ദിശയിലായിരിക്കുമെന്നാണ് പ്രവാസി ലോകം ഉറ്റുനോക്കുന്നത്. പ്രളയക്കെടുതികൾക്കിടയിലും തങ്ങളോട് ഭാഗികമായെങ്കിലും നീതി ചെയ്യാൻ കേരള ബജറ്റിന് സാധിച്ചുവെന്ന് തന്നെയാണ് പ്രവാസ ലോകത്തിന്റെ പൊതുവിലയിരുത്തൽ. 1 ലക്ഷം രൂപയിൽ ചുവടെ വരുമാനമുള്ള നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ധനസഹായം നൽകാനുള്ള സാന്ത്വനം പദ്ധതിക്ക് 25 കോടി രൂപ അനുവദിച്ചതും വലിയ നേട്ടമായി പ്രവാസികൾ വിലയിരുത്തുന്നു. പ്രവാസി സംരംഭകർക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നൽകാൻ 15 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്.
ഇതും നല്ല നീക്കമായി തന്നെ പ്രവാസികൾ കാണുന്നു. ലോക കേരള സഭയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി വലിയ തോതിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ലോക കേരള സഭ എவ்விധം മുന്നോട്ടു പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അനുവദിച്ച തുകയുടെ പ്രയോജനം. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഗൾഫ് കാഴ്ചപ്പാടിന്റെ ഗുണഫലം തന്നെയാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നതും. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ബജറ്റ് അത്രയൊന്നും മുന്നോട്ടു പോയി എന്ന് പറയാനാവില്ല. എങ്കിലും ഈ നല്ല തുടക്കത്തെ നന്നായി തന്നെ കാണാനാണ് പ്രവാസ ലോകം ആഗ്രഹിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MCN നാസറുണ്ട്. നാസർ, പ്രവാസികൾക്ക് എന്തുകൊണ്ടും ഒരു പ്രവാസോന്മുഖമായ ഒരു വാർത്ത തന്നെയാണ്, ഒരു ബജറ്റ് തന്നെയാണ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ചെലവുകളും സർക്കാർ വഹിക്കും എന്നതടക്കമുള്ള വിവരം. ഇത് എത്രത്തോളം പ്രവാസികൾക്ക് ആശ്വാസകരമാണ്? തീർച്ചയായിട്ടും ഇത്തവണ ബജറ്റിൽ നിന്ന് കാര്യമായിട്ടൊന്നും തന്നെ പ്രവാസ ലോകം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പ്രളയക്കെടുതിയുടെ ഒരു അവസ്ഥയിൽ കേരളം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നീക്കം, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യം പ്രവാസ ലോകത്തോട് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് എന്ന ഒരു മുൻവിധിയായിരുന്നു പൊതുവെ രൂപപ്പെട്ടിരുന്നത്. പക്ഷേ ഏറെക്കുറെ ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ ഒരുപക്ഷെ ഈ അർത്ഥത്തിലുള്ള വലിയൊരു പിന്തുണ എല്ലാ വിഭാഗീയതകളും എല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രവാസ ലോകം ഏറെക്കുറെ ഈ ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നത് അതിൻ്റെ മാനുഷികവും അതോടൊപ്പം തന്നെ കുറെ കൂടി പിന്നെ ഉയർന്ന സ്വഭാവത്തിലുള്ള അതിൻ്റെ ഒരു പ്രവാസ ലോകത്തോടുള്ള താല്പര്യവും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് സൗജന്യമായി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കുന്നു എന്നത് തന്നെയാണ്. കാരണം നിത്യേന എന്നോണം പല സ്വഭാവത്തിൽ സൗദി അറേബ്യ ആവട്ടെ, UAE ആവട്ടെ, ഖത്തറാവട്ടെ, ബഹ്റൈൻ ആവട്ടെ, കുവൈത്ത് ആവട്ടെ, ഒമാനാകട്ടെ, ഈ രാജ്യങ്ങളിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ പല സന്നദ്ധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ വ്യവസായ പ്രമുഖരുടെയും മറ്റും പിന്നെ താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ അവർ ഉദാരമായിട്ട് സഹായം നൽകുന്നത് കൊണ്ടാണ് ഈ തുച്ഛവരുമാനക്കാരായിട്ടുള്ള പലരുടെ മൃതദേഹങ്ങളും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാമൂഹ്യ പ്രവർത്തകർക്കും മറ്റും സാധിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ ഇതിനായിട്ടുള്ള വരുന്ന ചെലവിൽ വലിയൊരു തുകയും ഇത്തരം സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ വ്യക്തികളും കൂട്ടായ്മകളും സ്വരൂപിച്ചാണ് നൽകുന്നത്. അത് സർക്കാർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് വരുന്നത്, അല്ലെങ്കിൽ സർക്കാരിനാണ് അതിൻ്റെ ചുമതല എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് ഒരുപക്ഷെ പ്രവാസത്തോടുള്ള പ്രവാസ ലോകത്തോടുള്ള ഭരണകൂടത്തിൻ്റെ ഒരു താല്പര്യം അത് കൃത്യമായിട്ട് നിജപ്പെടുത്തുന്നു എന്നതാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പരിമിതി എന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നുള്ള പ്രവാസികളാണ് ഗൾഫ് മേഖലയിൽ മരണപ്പെടുന്നവരിൽ പിന്നെ തുച്ഛവരുമാനക്കാരായിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ. അവരെ കൂടി ഇതേപോലെ ഒന്നുകിൽ കേന്ദ്ര സർക്കാരോ അതല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളോ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി വരികയാണെങ്കിൽ അതായിരിക്കും ഗുണകരം. അതോടൊപ്പം തന്നെ മറ്റൊന്നുള്ളത് ക്ഷേമ പദ്ധതികളുടെയും മറ്റും കാര്യത്തിൽ പരിമിതികൾ ഉണ്ടാകാം. ഒരുപക്ഷെ പ്രവാസ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം പിന്നെ സമഗ്ര പുനരധിവാസം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടത്ര ഊന്നൽ നൽകിയിട്ടില്ല എങ്കിൽ പോലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ ബജറ്റ് കുറേയൊക്കെ പ്രവാസോന്മുഖമാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിനെ എല്ലാ വിഭാഗീയതകളും രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങളും മറികടന്നുകൊണ്ട് പ്രവാസ ലോകം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അഭിനന്ദിക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ രൂപപ്പെട്ടിരിക്കുന്നത്. ശരി, ഇപ്പോൾ ജിദ്ദ KMCC ജനറൽ സെക്രട്ടറി അബൂബക്കർ അരിമ്ര നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അബൂബക്കർ, എങ്ങനെയാണ് പുതിയ ബജറ്റ് പ്രവാസികൾക്ക് എന്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലും പ്രവാസികൾക്ക് വളരെ നല്ല ഒരു ബജറ്റ് തന്നെയാണ് മറ്റ് ഗവൺമെന്റിനെ അപേക്ഷിച്ച് പുതിയ ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ബജറ്റിനെ? എല്ലാ അർത്ഥത്തിലും ഈ ബജറ്റ് പ്രവാസികൾക്ക് 100% ഗുണകരമാണ് എന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. പക്ഷെ ഇവിടുന്ന് ഡെഡ് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം സ്വാഭാവികമായും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഇതിന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇവിടെ മരണപ്പെട്ട പതിറ്റാണ്ടുകളായി പ്രവാസ ലോകത്ത് മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ ഡെഡ് ബോഡി ശവശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗമുണ്ടാക്കും എന്ന് പറയുന്ന ഗവൺമെന്റ് ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവാസിയുടെ വരുമാനം ആശ്രയിച്ച് നാട്ടിൽ ജീവിച്ചിരുന്ന അവരുടെ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പുനരധിവാസം, ആ കുടുംബത്തിന്റെ ജീവിത പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പലപ്പോഴും ഇത് ഡെഡ് ബോഡി കൊണ്ടുപോകുക എന്നത് പ്രവാസികളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹവും അഭിലാഷവും ആണ്. അത് ഭഗവത്വത്തിന് നമ്മൾ അതിനെ നന്ദിപൂർവ്വം കാണുന്നു. പക്ഷെ അതോടൊപ്പം പറയാനുള്ളത്,
മരണപ്പെടുന്ന ആളുകളുടെ ആശ്രിതർ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ അവർ തെരുവിലേക്ക് കൈനീട്ടി ഇറങ്ങേണ്ട അവസ്ഥയുണ്ടാകും. അതിനെന്ത് പരിഹാരം? ഇവിടെയാണ് KMCC പോലുള്ള പ്രവാസി സംഘടനകൾ ഇവിടുന്ന് മരണപ്പെടുന്ന ആളുകളെ പോലും പലപ്പോഴും നമുക്കറിയാം ആസ്പത്രികളുടെ ബില്ലടക്കാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ടാവും. ഇന്ന് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസി ഇന്ത്യക്കാർ വളരെ വലിയ പ്രയാസം നേരിടുന്ന തൊഴിൽ മേഖലയിൽ വലിയ പ്രയാസം നേരിടുന്നു എന്ന് മാത്രമല്ല സ്വദേശീയവൽക്കരണം വളരെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഗാലകളിൽ പോലും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ബഗാലകളിൽ പോലും സ്വദേശീയവൽക്കരണം പ്രഖ്യാപിച്ച ഒരു ഘട്ടത്തിൽ പ്രവാസി ഇന്ത്യക്കാർ വളരെയേറെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഗവൺമെന്റോ പ്രശസ്ത മന്ത്രിമാരോ ഒന്നും ഗൾഫ് മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ഇത് സാന്ത്വനമോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഈ ഗൾഫിലേക്ക് വരുന്നില്ല എന്നതാണ് ഒരു ഏറ്റവും വലിയ ഒരു സാഹചര്യം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശ്രീ അബൂബക്കർ, മൃതദേഹം നാട്ടിലെത്തിക്കാൻ പ്രവാസികൾക്ക് വിമാന കമ്പനികൾ വലിയൊരു തുക തന്നെയായിരുന്നു ഈടാക്കിയിരുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് പ്രവാസികൾക്ക് വളരെ സ്വീകാര്യമായ ഒരു ബജറ്റ് തന്നെയല്ലേ? ബജറ്റ് സ്വീകാര്യം എന്ന് പറയാൻ കഴിയുകയില്ല. കാരണം ബജറ്റിന്റെ കാര്യത്തിൽ നമുക്കറിയാം ബജറ്റിൽ ഇത് എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായും പ്രവാസികളുടെ കുടുംബവും ഒരു നാട്ടിലാണ്. അവരുടെ നിത്യജീവിതത്തിൽ ദൈനംദിന ചെലവ് വർദ്ധിക്കാനുള്ള സാഹചര്യം വരാൻ പോകുന്നു എന്ന് എല്ലാ നിരീക്ഷകരും ഇന്ന് വിലയിരുത്തി കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായും അത് പ്രവാസി കുടുംബത്തെയും ബാധിക്കും. ഇവിടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ ആനുകൂല്യം നൽകുന്നു എന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ സംഘടനയുണ്ട് പ്രവാസി ഇവിടെ എത്രയോ വലിയ മാർഗ അടക്കമുള്ള സംഘടനകൾ ഇവിടെ ഒരു ഉത്തമ ഭാരവാഹി എന്ന എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. പതിനായിരക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് മരണപ്പെട്ടാൽ അവർക്ക് 15 ലക്ഷം രൂപ വരെ ഒരു ഗവൺമെന്റ് ഏജൻസിയുടെയും പിന്തുണയില്ലാതെ KMCC ചെയ്യുന്നുണ്ട്. മരണപ്പെട്ട ഒരു പാവപ്പെട്ട പ്രവാസിയുടെ കുടുംബത്തിന് KMCCയുടെ സുരക്ഷാ പദ്ധതിയിൽ അംഗമായ ഒരു സാധാരണക്കാരൻ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് 15 ലക്ഷം രൂപ പോലും ലഭ്യമാക്കുന്ന പദ്ധതി പ്രവാസി സംഘടനകൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരു ഗവൺമെന്റ് ഇതിനപ്പുറം പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നൊരു വസ്തുതയാണ്. പക്ഷെ പലപ്പോഴും ഗവൺമെന്റുകൾ ഇപ്പോൾ വന്ന ബജറ്റ് പോലും ഫസ്റ്റിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചെണ്ടയാണ് മാറുന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ തോമസ് ഐസക് അവതരിപ്പിച്ച കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പായിട്ടില്ല. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ പോലെ തന്നെ ബജറ്റ് പ്രസംഗവും ആവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത് പ്രവാസി ചിട്ടി അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പ്രവാസി ചിട്ടിയൊക്കെ ഇവിടെ ബഡ്ജറ്റിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പ്രവാസികളുടെ പണം വാങ്ങാനുള്ള ഒരു പരിപാടിയായി മാറാത്ത ഒരു സാഹചര്യം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇപ്പോൾ ലോക കേരള സഭാ അംഗം തോമസ് മാത്യു കടവിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തോമസ്, പുതിയ ബജറ്റ് അവതരണം പ്രവാസികൾക്ക് ഏറെക്കുറെ വളരെ സ്വീകാര്യമായ ഒരു ബജറ്റ് തന്നെയായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്. എങ്ങനെ നോക്കിക്കാണുന്നു പുതിയ ബജറ്റിനെ? തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏറെക്കുറെ അല്ല വളരെ വളരെ വലിയ രൂപത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. ദീർഘകാലത്തെ പല ആവശ്യങ്ങളും സർക്കാർ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുക മാത്രമല്ല അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ധാരാളം പരിപാടികൾ ഈ പറഞ്ഞ ബഡ്ജറ്റിലൂടെയും അല്ലാതെയും സർക്കാർ നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിൽ പ്രത്യേകിച്ച് ലോക കേരള സഭ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം തന്നെ ഉണ്ടാക്കിയത് സർക്കാരിന്റെ വളരെ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണമാണ്. പ്രവാസികളുമായിട്ടുള്ള വിഷയങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിന്റെ വികസനം സാധ്യമാകൂ. പ്രത്യേകിച്ച് കേരളത്തിന്റെ വികസനത്തിന് പ്രവാസികൾ 1 ലക്ഷം കോടിയിൽ പരം രൂപ ഓരോ വർഷവും എത്തിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഈ പറഞ്ഞ വികസന പ്രക്രിയ കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ ഭാഗമാക്കാക്കുക, അവർക്ക് വേണ്ടതായ എല്ലാ രൂപത്തിലുള്ള പരിഗണനയും നൽകുക എന്നുള്ളതാണ് കേരള സഭ കൊണ്ട് സർക്കാർ ഉന്നമിച്ചത്. അതിന് അനുകൂലമായ രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശ്രീ തോമസ് മാത്യു, അതുപോലെ തന്നെ പ്രവാസി പദ്ധതികൾക്കായി 81 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവാസി പുനരധിവാസ പദ്ധതികൾക്കുള്ള നീക്കിയിരിപ്പ് കുറഞ്ഞു പോയെന്ന ആക്ഷേപവുമുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? അത് എല്ലാം കൂടെ ഒരടിക്ക് സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഈ 81 കോടി എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു നല്ല നിലയിലുള്ള ഒരു മുന്നേറ്റമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ്. ലോക കേരള സഭയ്ക്ക് വേണ്ടി 5 കോടി മാറ്റി വെച്ചിരിക്കുന്നു. അത് തന്നെ എന്തുമാത്രം ആ ഒരു വിഷയത്തിൽ താല്പര്യം എടുക്കുന്നു എന്നുള്ള സൂചനയാണ്.
മറ്റ് കാര്യങ്ങൾ തന്നെ ഇനിയിപ്പോ വരാൻ പോകുന്ന കിഫ്ബി ചിട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വലിയ തോതിലുള്ള വിഭവ സമാഹരണം വരുന്നത് പ്രവാസികളിൽ നിന്ന് തന്നെയായിരിക്കും സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ച് പ്രവാസികൾക്ക് ഗുണകരമാകുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ഇത്ര 80-81 കോടി എന്നുള്ളതിലുപരിയായിട്ട് പ്രവാസികളിലെ മൊത്തമായിട്ട് അവരുടെ പണം അവരുടെ നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്നു. അവർക്ക് ഭാവിയിൽ അതൊരു വരുമാനമാക്കി മാറ്റുന്ന വളരെ ഭാവനാപൂർവമായ പദ്ധതികളുമായിട്ടാണ് സർക്കാർ പോകുന്നത്. അതാണ് ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ഇപ്പോൾ MCA നാസർ ഒരിക്കൽ കൂടി ചേരുന്നു. നാസർ, പ്രവാസികൾക്ക് എല്ലാ അർത്ഥത്തിലും ഗുണകരമായ ഒരു ബജറ്റ് തന്നെ എന്ന് പറയാൻ കഴിയില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. പ്രത്യേകിച്ച് പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെ എത്തിയവർക്ക് അവർക്കായുള്ള ഒരു പുതിയ സംരംഭമോ ഒന്നും പുതിയ ബജറ്റിൽ നീക്കിയിട്ടില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുവെങ്കിലും പുതിയ ബജറ്റിൽ അതേക്കുറിച്ച് യാതൊരു നീക്കിയിരിപ്പും ഉണ്ടായിട്ടില്ല. അതേക്കുറിച്ച് തീർച്ചയായിട്ടും നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിൽ നടത്തിയ ഒരു പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് 6 മാസത്തെ അവരുടെ നഷ്ടപ്പെട്ട ജോലിയുടെ ആ സ്വഭാവത്തിലുള്ള വേതനം നൽകുമെന്നതൊക്കെ. അതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം പ്രഖ്യാപനം എന്നതിലപ്പുറത്തേക്ക് അത്തരം ഈ വാഗ്ദാനങ്ങളുടെ ഒരു പ്രയോഗവൽക്കരണം എന്നത് സാധ്യമല്ല എന്ന് അന്ന് തന്നെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ബജറ്റിന്റെ ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും കേരളം ഇന്ന് കടന്നു പോകുന്ന ഒരു പ്രതികൂലമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ കൂടി വെച്ച് നോക്കുമ്പോൾ പ്രായോഗികമായിട്ട് നൽകാവുന്നതിൻ്റെ ഒരു വലിയൊരു ഭാഗം നൽകി എന്നതിലപ്പുറം പൂർണ്ണമായ അർത്ഥത്തിലൊരു സമഗ്ര പുനരധിവാസം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരുന്ന മലയാളികളുടെ അവരുടെ കുടുംബങ്ങൾ അവർ നേരിടുന്ന എല്ലാ അർത്ഥത്തിലുള്ള ഭൗതികമായി മാത്രമല്ല മാനസികമായി പോലും ആ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഏതർത്ഥത്തിലുള്ള ഒരു പരിഹാരം നടപ്പാക്കാൻ സാധിക്കും, അതിനോട് എങ്ങനെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കും എന്നതുൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസി പ്രശ്നങ്ങളെ അടുത്തറിയാനുള്ള അല്ലെങ്കിൽ ആ സമൂഹത്തോട് പരദേശി സമൂഹത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു തുടക്കം, ആ തുടക്കം എന്ന അർത്ഥത്തിൽ ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്ന ബജറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അനുഭവപൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുന്നു. ആ കാഴ്ചപ്പാടിനെ വികസിപ്പിക്കാനും അതിനെ കുറെ കൂടി പ്രവാസി ജീവൽ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം കാണുന്ന ദിശയിലേക്ക് അതിനെ കൊണ്ടുപോകാനും ഇനി സാധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ പ്രതികൂല സാമ്പത്തിക തിരിച്ചടികൾക്കിടയിലും പ്രവാസി സമൂഹത്തോട് ആഭിമുഖ്യം പുലർത്താൻ സംസ്ഥാന ബജറ്റിന് കഴിഞ്ഞതായാണ് വിലയിരുത്തൽ. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് MCA നാസറും മറ്റ് അബൂബക്കർ അരിമ്പ്രയും തോമസ് മാത്യു നൽകിയത്. ഇടവേളയിലേക്ക്. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണത്തിനായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം വിജയകരമെന്ന വിലയിരുത്തൽ. സെൽഫ് സർവീസ് കിയോസ്കുകൾ വഴി ഡ്രൈവിംഗ് ലൈസൻസ് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പരീക്ഷണഘട്ടം വിജയകരമായി പിന്നിട്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് ഇടപാടുകൾ ഓൺലൈനാക്കുന്ന പദ്ധതി കഴിഞ്ഞ ആഴ്ച മുതലാണ് ഗതാഗത വകുപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയത്. പരീക്ഷണഘട്ടത്തിൽ സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായില്ല. ഇതിനാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം. സ്വദേശികളുടെ ലൈസൻസ് സംബന്ധിച്ച ഇടപാടുകൾ 2 മാസത്തിനകം ഓൺലൈനാക്കും. സെൽഫ് സർവീസ് കിയോസ്കുകൾ വഴി ഉപയോക്താക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കുന്ന സംവിധാനമാണ് നിലവിൽ വരുന്നത്. ആഭ്യന്തര മന്ത്രാലയം സജ്ജീകരിക്കുന്ന ഇലക്ട്രോണിക് വിൻഡോ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. പരിശീലനം നേടിയ ജീവനക്കാർ അപേക്ഷ പരിശോധിച്ച് ഉറപ്പുവരുത്തും. തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിക്കുന്ന സെൽഫ് സർവീസ് കിയോസ്കുകൾ വഴി ലൈസൻസുകൾ വിതരണം ചെയ്യും. ലൈസൻസ് വിതരണം, പുതുക്കൽ, കേടുവന്നതോ നഷ്ടപ്പെട്ടതോ ആയ ലൈസൻസുകൾക്ക് പകരം വാങ്ങിക്കൽ എന്നിവയെല്ലാം കിയോസ്കുകൾ വഴി സാധിക്കും. സിവിൽ ID കാർഡ് വിതരണത്തിന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ നടപ്പാക്കിയ സംവിധാനത്തിന് സമാനമായാണ് ഗതാഗത വകുപ്പും പുതിയ സംവിധാനം സജ്ജീകരിക്കുന്നത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ആശ്രിത വിസയിലുള്ള ഭാര്യ, മക്കൾ എന്നിവരല്ലാത്തവർക്ക് ഏർപ്പെടുത്തിയിരുന്ന അധികൃത ഹെൽത്ത് ഇൻഷുറൻസ് ഫീസ് റദ്ദാക്കി. താമസകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി തലാൽ മഹ്റഫിയാണ് 2017 മുതൽ നടപ്പാക്കിയ നിബന്ധന പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയത്. അധിക ഇൻഷുറൻസ് നിബന്ധന നിർത്തലാക്കിയതോടെ ഭാര്യ, മക്കൾ അല്ലാത്തവർക്കുള്ള വാർഷിക ഇഖാമ ചെലവ് 250 ദിനാറിൽ ഒതുങ്ങും. ആശ്രിത വിസയിലെത്തുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഇഖാമ അടിക്കാൻ രാജ്യത്തെ സ്വകാര്യ ആശുപത്രികളിൽ 3000 ദിനാർ വരെ ചികിത്സാ കവറേജ് ലഭിക്കുന്ന അധിക ഇൻഷുറൻസ് വേണമെന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന നിബന്ധന. ഭാര്യയുടെ മാതാപിതാക്കൾക്കും ഇതേ നിബന്ധന ബാധകമായിരുന്നു. ഇങ്ങനെ അധിക ഇൻഷുറൻസ് എടുക്കുന്നതിന് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ 160 മുതൽ 250 ദിനാർ വരെ വാർഷിക പ്രീമിയം ഈടാക്കിയിരുന്നു. 2017 മുതൽ നിലവിലുള്ള ഈ നിബന്ധനയാണ് താമസകാര്യ വകുപ്പ് പിൻവലിച്ചത്.
താമസകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ തലാൽ അൽ മാറഫിയാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. പുതിയ വിജ്ഞാപനമനുസരിച്ച് ഇത്തരക്കാരുടെ ഇക്കാമ 1 വർഷത്തേക്ക് പുതുക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള 50 ദിനാറിന്റെ ഇൻഷുറൻസും സ്റ്റാമ്പിംഗ് ഫീസായി 200 ദിനാറും നൽകിയാൽ മതിയാകും. അധിക ഇൻഷുറൻസ് നിബന്ധന പിൻവലിച്ചതായി കാണിച്ചുള്ള സർക്കുലർ എല്ലാ താമസകാര്യ ഓഫീസുകൾക്കും അയച്ചതായി അലാൻബ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം കഴിഞ്ഞ 2 വർഷത്തിനിടെ അധിക ഇൻഷുറൻസ് അടക്കുകയും ചികിത്സാ സൗകര്യം ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്ത വിദേശികൾക്ക് കോടതി മുഖേന റീഫണ്ടിന് അപേക്ഷിക്കാൻ സൗകര്യമുള്ളതായും താമസകാര്യ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഖത്തർ KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഹമ്മദ് അനുസ്മരണവും പൊതുസമ്മേളനവും നാളെ നടക്കും. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി PK ഫിറോസ്, പാറക്കൽ അബ്ദുള്ള, കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഗായകൻ നവാസ് പാലേരിയുടെ പാടിപ്പറയാം ലീഗിൻ ചരിത്രം എന്ന പരിപാടിയും അരങ്ങേറും. വൈകുന്നേരം 5:30 മുതൽ ദഫ്നയിലാണ് പരിപാടി. കരിപ്പൂരിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ഫെബ്രുവരി 3 മാറ്റി. നേരത്തെ ഫെബ്രുവരി 10 പരിപാടി നിശ്ചയിച്ചിരുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവാണ് ഉദ്ഘാടനം ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മുജീബ് റഹ്മാനുണ്ട്. മുജീബ്, നേരത്തെ ഫെബ്രുവരി 10 ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. എന്താണ് 3 മാറ്റാനുണ്ടായ കാരണം? വിശദാംശങ്ങൾ. അനുപമ, അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച ഇപ്പോൾ നിർമ്മിച്ച കരിപ്പൂരിലെ അന്താരാഷ്ട്ര ആഗമന ടെർമിനലിന്റെ ഉദ്ഘാടന തീയതി ഒരാഴ്ച നേരത്തേക്ക് ആക്കിയിരിക്കുകയാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിന്റെ ഒഴിവ് പരിഗണിച്ചാണ് ഉദ്ഘാടന തീയതി മാറ്റിയിരിക്കുന്നത്. 120 കോടി രൂപ ചെലവഴിച്ചാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പുതിയ ടെർമിനൽ, അത്യാധുനിക ടെർമിനൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ വിവരം ഇപ്പോൾ ഈ ഫെബ്രുവരി 3 തന്നെ ഉദ്ഘാടനം നടക്കുമെന്ന വിവരം വിമാനത്താവള ഡയറക്ടർ ശ്രീനിവാസ റാവുവാണ് അറിയിച്ചത്. ഉച്ചയ്ക്ക് 12:30 ഡൽഹിയിൽ നിന്നും കരിപ്പൂരിലെത്തുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം മുഖ്യാതിഥിയായിരിക്കും ചടങ്ങിലെന്നാണ് അറിയുന്നത്. സ്ഥലം MP-യും വിമാനത്താവള ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും. 2016 ജനുവരി 29 അന്നത്തെ വ്യോമയാന മന്ത്രിയായ അശോക് ഗജപതി രാജു പുതിയ ടെർമിനലിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. ഏതായിരുന്നാലും ഏറ്റവും വലിയ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു ടെർമിനൽ തന്നെയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ വരുന്ന ഞായറാഴ്ച അതിന്റെ ഉദ്ഘാടന ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായാണ് അറിയാൻ സാധിച്ചത്. മുജീബ്, ഉദ്ഘാടനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ പൂർത്തിയായതുകൊണ്ട് തന്നെയാണോ നേരത്തെ ഉദ്ഘാടനം തീരുമാനിച്ചത്? അനുപമ, നമുക്കറിയാം ഈ ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏതാണ്ട് നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന തീയതിയോടനുബന്ധിച്ച് തന്നെ ഇതും ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് പല കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. ഇടക്കാലത്ത് ഉദ്ഘാടന ചടങ്ങുകൾ ഇല്ലാതെ തന്നെ ഈ ഒരു പുതിയ ടെർമിനൽ തുറന്നു കൊടുക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. എന്നാൽ പ്രവാസി സംഘടനകളടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുകയും കരിപ്പൂരിന്റെ ആഘോഷപൂർവ്വം തന്നെ കരിപ്പൂരിന്റെ ഒരു ഉണർവ് നൽകുന്ന പുതിയ സംവിധാനം എന്ന നിലയിൽ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് വെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് ആയി തന്നെ നടത്താൻ തീരുമാനിച്ചതും വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും. കരിപ്പൂർ വിമാനത്താവളത്തിലെ ഇപ്പോഴുള്ള നിലവിലുള്ള ടെർമിനൽ മാറ്റി ഇനി അന്താരാഷ്ട്ര ആഗമന ടെർമിനലായിട്ട് പുതിയ ടെർമിനലായിട്ടും ആയിരിക്കും ഉപയോഗിക്കുക. നിലവിലുള്ള ടെർമിനൽ ഇനി സാധാരണഗതിയിലുള്ള പുറപ്പെടലിനുള്ള ടെർമിനലും അതുപോലെ തന്നെ സാധാരണ ഡൊമസ്റ്റിക് ടെർമിനലായിട്ടായിരിക്കും ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മുജീബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. പ്രവാസി സാംസ്കാരിക വേദി ജിദ്ദ സെൻട്രൽ കമ്മിറ്റി വെല്ലുവിളിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. 70ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി. വിവിധ സംഘടനാ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യ 70ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകളും ശതകോടീശ്വരന്മാരും കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് ടേബിൾ ടോക്കിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രവാസി സാംസ്കാരിക വേദി പ്രതിനിധി MP അഷ്റഫ് അഭിപ്രായപ്പെട്ടു. ഭാരതത്തിന്റെ വൈവിധ്യവും നാനാത്വത്തിൽ ഏകത്വവും അംഗീകരിക്കാൻ കഴിയുന്നവർക്ക് ജനാധിപത്യ മതേതര ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനാവൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഘപരിവാർ ഗവൺമെന്റിന്റെ ആത്യന്തിക ലക്ഷ്യം ഭരണഘടന റദ്ദ് ചെയ്യുക എന്നതാണെന്നും ഇതിന് ഒരിക്കലും അനുവദിക്കരുതെന്നും നവോദയ പ്രസിഡന്റ് ഷിബു തിരുവനന്തപുരം അഭിപ്രായപ്പെട്ടു. ആസന്നമായ തെരഞ്ഞെടുപ്പിൽ പൊതുശത്രുവിനെതിരെ ഭിന്നതകൾ മാറ്റിവെച്ച് ഒന്നിച്ചില്ലെങ്കിൽ മതേതര ഇന്ത്യ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് OICC പ്രതിനിധി സാക്കിർ എടവണ്ണ ചൂണ്ടിക്കാട്ടി. മതന്യൂനപക്ഷങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായ പോരാട്ടം ആവശ്യമാണെന്ന് KMCC പ്രതിനിധി അബൂബക്കർ അരിമ്പ്ര പറഞ്ഞു. മറ്റു സംഘടനാ നേതാക്കളായ PPA റഹീം, അബ്ബാസ് ചമ്പൻ, CK മുഹമ്മദ് നജീബ്, സലാഹ് കാരാടൻ, P ശംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഉസ്മാൻ പാണ്ടിക്കാട് പരിപാടി നിയന്ത്രിച്ചു. റഹീം ഒതുക്കുങ്ങൽ സ്വാഗതവും ഇ.പി. സിറാജ് നന്ദിയും പറഞ്ഞു. മീഡിയ 1 ജിദ്ദ. തിരൂർ ജില്ല രൂപീകരിക്കുക എന്നാവശ്യപ്പെട്ട് SDPI സംഘടിപ്പിച്ച ലോങ് മാർച്ച് മലപ്പുറത്ത് സമാപിച്ചു. സമാപന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. വഴിക്കടവിൽ നിന്നും വെളിയംകോട് നിന്നും ആരംഭിച്ച 2 ജാഥകൾ മലപ്പുറത്ത് സംഗമിക്കുകയായിരുന്നു. ജില്ലയുടെ മലയോര മേഖലയിൽ നിന്നും തീരദേശ മേഖലയിൽ നിന്നുമായി 2 ജാഥകൾ മലപ്പുറത്ത് സംഗമിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് KC നസീർ, ബാബുമണി കരുവാരക്കുണ്ട് എന്നിവരാണ് ജാഥകൾ നയിച്ചത്. മലപ്പുറത്തിന്റെ വികസന മുന്നേറ്റത്തിന് ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന പ്രചാരണവുമായാണ് 4 ദിവസം നീണ്ടുനിന്ന ലോങ് മാർച്ച് ജില്ലാ ആസ്ഥാനത്തെത്തിയത്. കുന്നുമലിൽ നടന്ന സമാപന പൊതുസമ്മേളനം SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്തെ 2 ജില്ലകളാക്കി മാറ്റാൻ മുസ്ലിം ലീഗിന് ഭയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ജില്ലയുടെ സമ്പൂർണ്ണ വികസനത്തിന് രാഷ്ട്രീയം മറന്നൊന്നിക്കണമെന്നും ലോങ് മാർച്ച് ആഹ്വാനം ചെയ്തു. തിരൂർ ജില്ല എന്ന ആവശ്യം ഏറ്റെടുക്കാൻ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധരാകണമെന്നാവശ്യപ്പെട്ട ലോങ് മാർച്ചിന്റെ സമാപന പരിപാടിയിൽ SDPI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CPA ലത്തീഫ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK മനോജ് കുമാർ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ലോങ് മാർച്ച് ജില്ലയിൽ പാർട്ടിയുടെ ശക്തി പ്രകടനം കൂടിയായി മാറി. മീഡിയ 1 മലപ്പുറം. വാർത്തയിലേക്ക്. കൊച്ചിയിൽ സ്കൂട്ടർ യാത്രക്കാരനെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊച്ചി പനമ്പള്ളി നഗറിനടുത്ത് ചൊവ്വാഴ്ചയാണ് സംഭവം. യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷപ്ന സിയാദുണ്ട്. ഷപ്ന, വിവരങ്ങൾ. ഫേസ്ബുക്കിലെ സൗഹൃദത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയാണ് പെരുമ്പാവൂർ സ്വദേശി വിനീതിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. 5 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി കൊല്ലുമെന്നായിരുന്നു ഈ സംഘത്തിന്റെ ഭീഷണി. എന്നാൽ വഴിയിൽ ഇതിനിടെ ഈ കാറും പോകുന്നതിനിടെ പോലീസ് വാഹന പരിശോധന നടക്കുന്നതിനാൽ കാറിന്റെ വേഗത കുറച്ചപ്പോൾ വിനീത് ഡോറ് തുറന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. വിനീത് വഴി പോലീസ് വിവരം അറിഞ്ഞ് പിന്തുടരും എന്ന ഭയത്തിൽ പ്രതികൾ കാറിന്റെ വേഗത കൂട്ടി അമിത വേഗത്തിൽ പായുന്നതിനിടെയാണ് തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹന യാത്രികരെ ഇടിച്ച് താഴെയിട്ടത്. അതിന് ശരീരത്തിലൂടെ കാർ ഇടിച്ചു കയറ്റുകയും ചെയ്തു. ബൈക്ക് യാത്രികനായ കുമ്പളങ്ങി സ്വദേശി തോമസിനെയാണ് ഇത്തരത്തിൽ ഇടിച്ചത്. ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജോൺ പോൾ, ലൂതർ ബെൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപകടത്തിന് ശേഷം ഈ കാർ ഉപേക്ഷിച്ച് ഇവർ മറ്റൊരു കാറിൽ പാലക്കോട്ടേക്ക് കടന്നിരുന്നു. പ്രതികളെ അവിടെ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പ്രതികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഷപ്ന, സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 2 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതായത് ഈ കാറിൽ ഉണ്ടായിരുന്നത് ജോൺ പോൾ, ലൂതർ ബെൻ എന്നീ 2 പേരായിരുന്നു കാറിലുണ്ടായിരുന്നത്. ഇവർ ഈ വിനീത് എന്ന പെരുമ്പാവൂർ സ്വദേശിയെ സൗഹൃദം ഭാവിച്ച് ഫേസ്ബുക്കിലൂടെ സൗഹൃദം കൂടിയതാണെന്നാണ് വിനീത് പറയുന്നത്. അതിനുശേഷം ഒരിടത്തു നിന്ന് വിനീതിനെ തട്ടിക്കൊണ്ടു പോവുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. 5000 രൂപ കൈവശമുണ്ടായിരുന്നത് കവർന്നുവെന്നും ബാക്കി 5 ലക്ഷം രൂപ നൽകണം എന്നും ആവശ്യപ്പെട്ട് മട്ടാഞ്ചേരിയിലേക്കാണ് ഇയാളെ വിനീതിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് എന്നാണ് വിനീത് പരാതിയിൽ പറയുന്നത്. അത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകുന്നതിനിടെയാണ് വാഹന പരിശോധന ഉണ്ടായത്. പോലീസിന്റെ സൗത്ത് പോലീസ് സ്റ്റേഷൻ, എറണാകുളം സൗത്ത് പോലീസാണ് വാഹന പരിശോധന നടത്തിയത്. ഈ പോലീസിനെ കണ്ടതോട് കൂടിയിട്ട് വാഹനത്തിന്റെ, അതായത് ഈ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ വേഗത കുറയ്ക്കുകയായിരുന്നു. ഉടൻ വിനീത് കാറിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പുറത്തിയാടുകയും പോലീസിൽ അഭയം തേടുകയും ചെയ്തു. ഈ സംഭവത്തിനിടെയാണ് ഇത്തരത്തിൽ ബൈക്ക് യാത്രകന്റെ ദേഹത്തുകൂടി ഈ വണ്ടി ഇടിച്ചു കയറ്റുന്നതും ഈ തോമസ് എന്നയാൾ മരിക്കുന്നതും. ഇതിൽ 2 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അവർ 2 പേരെയും പോലീസ് പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഷപ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.